ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തദ്ഭക്തി വർദ്ധനം ഉദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തി വർദ്ധനമുദിക്കേണം എൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി. ജീവൻ ജനന മരണങ്ങളിലൂടെ കടന്നു പോവാണ്. അമ്മയുടെ വയറ്റിൽ കടന്നു, ലോകത്തിൽ പിറന്നു, പിന്നീട് മരിച്ച്, പിന്നെയും ജനിച്ച് നീർപ്പോള പോലെ ജീവിതം തുടരുകയാണ്. എല്ലാ വസ്തുക്കളും ജനനമരണങ്ങളിൽ കൂടെ കടന്നു പോണു. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമായി, പിന്നീട് സൂക്ഷ്മമായി മാറുന്നു. വിത്തിൽ നിന്ന് മരം വരുന്നു, വിത്തിൽ തന്നെ ചെന്ന് നിൽക്കുന്നു. വിത്ത് തന്നെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ അത്യന്തം സൂക്ഷ്മമായിട്ട് വൃക്ഷം നിൽക്കുന്നത് നമുക്ക് കാണാം. ലോകമുണ്ടായ നാൾ മുതൽ ഇന്ന് വരെ കാണായിട്ടുള്ള ജീവിത പരമ്പരകൾ മുഴുവൻ ചിന്തിച്ചു നോക്കിയാലും ഒരൊറ്റ ബോധധാരയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ബോധത്തിന്റെ ഒരു പ്രവാഹം മാത്രമാണ്. കാലത്തോടും ദേശത്തോടും കാരണത്തോടും ആ ബോധത്തെ ഘടിപ്പിക്കുമ്പോഴാണ് ഒരു വസ്തുനാനാത്വവും പ്രപഞ്ച വൈവിധ്യവും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇതൊക്കെ ആപേക്ഷികമായാണ്. ദ്വന്ദ്വബോധത്തിന് അതാണ് ആസ്പദം. അതുകൊണ്ട് തന്നെ സമ്പൂർണമായിട്ടുള്ള ആത്മസമർപ്പണം ഭക്തി. കർമ്മജ്ഞാന ഭക്തി യോഗങ്ങൾ സന്തത സഹചാരികളാണ്. ആത്മാവിന്റെ തന്നെ മായാബന്ധം കൊണ്ട് ഉണ്ടാകുന്ന 3 അവസ്ഥകളാണ് അവ. പരാഭക്തിയിൽ എത്തിച്ചേരുന്നവന് അപരോക്ഷാനുഭൂതി കൈവരുമെന്ന് എടുത്തു പറയണ്ട. പരമപ്രേമരൂപമാണ് മുക്തി. അതുകൊണ്ട് ഭക്തിയുടെ പരമകാഷ്ഠയില് ഭക്തി അങ്ങേയറ്റം എത്തിയാല് ഒരുവൻ നിർവൃതി പൂർണ്ണനാണ്. പിന്നെ ഒന്നുമില്ല. അവധൂതന്റെ അവസ്ഥയിൽ നിൽക്കും. ഒന്നും വേണ്ട. ഭഗവാന്റെ ബഹുമുഖങ്ങളായ മഹാത്മ്യങ്ങൾ കേൾക്കാനുള്ള അഭിനിവേശം, രൂപദർശനത്തിലുള്ള ഉത്കണ്ഠ, ആരാധനയിലുള്ള ശ്രദ്ധ, സ്മരണയിലുള്ള ആവേശം, ദാസസഖ്യ വാത്സല്യ മാധുര്യാദി ഭാവങ്ങളും ആത്മനിവേദന ആസക്തിയും തന്മയത്വ ഭാവവും വിരഹോത്കലികയും എല്ലാം ഭക്തിയുടെ വിവിധ രൂപങ്ങളാണ്. ഭക്തിയെ പറ്റി തന്നെ പറയാണ്. കൃഷ്ണനാണല്ലോ ഇപ്പൊ നമുക്ക് എടുക്കേണ്ടത്. എല്ലാം കൃഷ്ണനോടുള്ള ഇഷ്ടം, കൃഷ്ണന്റെ കഥ കേൾക്കാനുള്ള ഇഷ്ടം, എപ്പോഴും കാണുന്നു. ഗുരുവായൂരപ്പനെ എത്ര കണ്ടാലും മതിയാവാതെ വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം, ആരാധന മുടങ്ങാതെ പോണത്, സ്മരണ, എത്ര കൃഷ്ണനെ പറ്റി പറഞ്ഞാലും മതിയാവില്ല. ദാസ്യ സഖ്യഭാവം, കൃഷ്ണന്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ കൃഷ്ണനോട് ദാസ്യം ചെയ്യാം, സഖ്യം ചെയ്യാം, വാത്സല്യം എത്ര യശോദാമയായാലും വീണ്ടും വീണ്ടും യശോദാമയാവാനുള്ള ത്വര, മാധുര്യഭാവം, പ്രണയം, മകനോടുള്ള ഭാവം, അച്ഛനോടുള്ള ഭാവം, അവസാനം ആത്മനിവേദനത, ഞാൻ എന്നെ തന്നെ തരുവാണ്, ഈ ആസക്തി, തന്മയത്വം, ഞാൻ കൃഷ്ണനാണെന്ന് പറയുന്ന അവസ്ഥ, വിരഹം, ഇതൊക്കെ ഭക്തിയുടെ വിവിധ രൂപങ്ങളാണ്. ഇങ്ങനെ പടിപടിയായിട്ട് പിടിച്ചു കയറാൻ സാധകൻ ശ്രമം ചെയ്യണം. അതൊന്നും അത്ര നിഷ്പ്രയാസമുള്ളതല്ല. അതൊക്കെ ഒന്നുപോലെ അസാധാരണമാണ്, എളുപ്പല്ല. ചില ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. അവരിപ്പോഴും ആ ഒരു എന്താ പറയാ മായയെ തന്നെ കുടുങ്ങി നിൽക്കുകയാണ്. എത്ര നമ്മൾ പറഞ്ഞാലും, എത്ര വായിച്ചാലും, എത്ര കേട്ടാലും ഒന്നും അങ്ങോട്ട് ഏശാത്ത ആളുകളാണ് ഭൂരിഭാഗം ആൾക്കാരും. ഇത് അസ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു മനസ്സുണ്ടാവാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. ചിലർക്ക് പെട്ടെന്ന് മുക്തി വരും, ധ്രുവനെയൊക്കെ പോലുള്ളവർക്ക്. അത് പൂർവജന്മ പുണ്യഫലമാകാനേ തരമുള്ളൂ. ഇവിടെ ഗഡ്വാങ്കൻ എന്ന രാജാവിന്റെ കാര്യം പറയുന്നുണ്ട്. ഗഡ്വാങ്കൻ ണത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താദീനനിഹ ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകിന്നു ഹരി നാരായണായ നമ. ണത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താദീനനിഹ ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകിന്ന ഹരിനാരായണായ നമ.
നത്താരിൽ മാനിനി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. നത്താരിൽ മാനിനി മണാളൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ വല്ലഭനായിട്ടുള്ള പുരാണ പുരുഷൻ വിഷ്ണുവാണ്. ലക്ഷ്മി ദേവി പ്രകൃതിയാണ്, വിഷ്ണു പുരുഷനുമാണ്. ഭക്തിയുടെ താഴ്ന്ന പടിയില് ദ്വന്ദ്ബോധം ഉണ്ടാവും. അതുകൊണ്ട് പുരുഷനും പ്രകൃതിയും വേർതിരിഞ്ഞാണ് നിൽക്കുക. സഗുണാരാധനയിൽ നിന്ന് വേണം നിർഗുണാരാധനയിൽ ചെന്ന് ചേരാൻ. ഗീതയില് ഭക്തിയോഗത്തെ പറ്റി പറയുന്ന 12-ാം അധ്യായത്തില് നിർഗുണോപാസനയുടെ വിഷമം, സഗുണോപാസനയുടെ ലാഘവത്വവും പറയുന്നുണ്ട്. വിഷ്ണുവിന്റെ നാഭിയിലെ താമര സൃഷ്ടിയുടെ ആദ്യത്തെ സ്ഫുരണാണ്. വിഷ്ണു കേവല ബോധസ്വരൂപനായിട്ടുള്ള ചൈതന്യം. അനേകം ഇതളുകളുള്ള നാഭീപത്മം വൈവിധ്യവും നാനാത്വവും നിറഞ്ഞ അനേകം ബോധശകലങ്ങളുടെ സമാഹാരമായിട്ടുള്ള പ്രപഞ്ചമായിട്ട് ആ താമരയിലിരിക്കുന്ന ലക്ഷ്മി ദേവി പ്രപഞ്ച കാരണമായിട്ടുള്ള മായാശക്തിയായിട്ടും സങ്കല്പിച്ചാല് നത്താരിൽ മാനിനി മണാളൻ എന്ന പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു പ്രതിരൂപാത്മകത്വം ഹൃദ്യമായിട്ട് തീരും. ജീവിതത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള എന്നാൽ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള 2 ധ്രുവങ്ങളും ഇവിടെ കാണാം. പുരാണ പുരുഷനെ കേവല ബോധമായിട്ട് കൽപ്പിക്കാം. താമരയെയും താമരയിലെ ലക്ഷ്മിയെയും വ്യക്തിഗതവും സമഷ്ടിഗതവുമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. സുഷുമ്ന നാളി ചിതാകാശാണ്. കുണ്ടലിനിയെ നാഡീപത്മത്തിലൂടെ ഉയർത്തി സൂക്ഷ്മമാക്കിയിട്ട് ചിതാകാശത്തിൽ ലയിപ്പിച്ചാല് മായ മാറി ബോധം തെളിയും. അപ്പോ നിർഗുണ സ്വരൂപത്തിലുള്ള നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷനെ അറിയാം. അദ്ദേഹമാകട്ടെ ഭക്തവത്സലനാണ്, അനന്താതിഹീനനാണ്. ഭക്തന്മാരോടുള്ള വാത്സല്യം എന്ന് പറയുന്നത് സഗുണനായിട്ടുള്ള വിഷ്ണുവിനെ മനസ്സിൽ വെച്ചിട്ടാണ്. നിർഗുണനെ സംബന്ധിച്ച് വാത്സല്യം എന്ന് പറയുമ്പോ എങ്ങനെ ശരിയാവും? പരമഭക്തൻ സഗുണത്തെ വിട്ടിട്ട് നിർഗുണത്തെ അനുഭവിച്ചറിയും. ഭക്തന്റെ ഈ യോഗ്യത തന്നെയാണ് ഭഗവാന്റെ വാത്സല്യം എന്ന് പറയുന്നത്. ഭക്തവത്സലൻ എന്ന പ്രയോഗം, അതുപോലെ അനന്താതിഹീനൻ എന്നുള്ള വിശേഷണം, അത് രണ്ടും വിരോധിയാണ്. ആദിയും അന്തവും ഇല്ലാത്തവൻ വാത്സല്യഹീനനായിരിക്കണ്ടേ? ഭക്തന്റെ പൂർണ്ണത്വ ദർശനം സ്വന്തം സാധനയുടെ സാധ്യമാണ്. ആ സാധ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ഭക്തനുമില്ല, ഭക്തിയുമില്ല, ഭക്തവത്സലനുമില്ല. സാധകന്റെ നിത്യ ആനന്ദ അനുഭവം ത്രിപുടി മുടിഞ്ഞിട്ടുള്ള ഒരു ഏകീഭാവമാണ്. ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടിയിടുകിന്ന് മനസ്സിൽ ആ അച്യുതൻ ച്യുതി സംഭവിക്കാത്തവൻ, ഒരു തെറ്റും സംഭവിക്കാത്ത പരബ്രഹ്മസ്വരൂപൻ. ആ അച്യുതൻ മനസ്സിൽ എപ്പോഴും വിളങ്ങണം. വിഷ്ണുവിനെ പറ്റിയുള്ള സ്മരണ സദാ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ബുദ്ധിയും മനസ്സുമൊക്കെ അച്യുതമയമായി തീരണം. കേവല ബോധമായിട്ട് അന്തരംഗം മാറണം. ഇതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം.